മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തീർച്ചയായും കുളമാവ് ഡാമും ഇടുക്കി ഡാമും. ഇപ്പൊ ഈ വയനാടിന്റെ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഈ മുല്ലപ്പെരിയാറിന്റെ കേസ് പൊന്തി വന്നേക്കുന്നത്? ഈ വയനാട് ഉണ്ടായതിനേക്കാൾ ഒരുപാട് വലിയ ദുരന്തമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത്. ഇതങ്ങനെ പൊട്ടുവോ? കുറേ നാളെയല്ലോ പൊട്ടും എന്ന് പറയുന്നത്. 50 വർഷം ആയുസ് പറഞ്ഞ സാധനം 130ഓളം വർഷമായി. പൊട്ടുമില്ലയെന്നൊന്നും അറിയില്ല, പക്ഷെ പൊട്ടിയാൽ വെള്ളം മാത്രം ആവില്ല. അത്രയും കാലം അതിൻ്റെ ഉള്ളിൽ കിടന്നത് ചെളിയും പാറക്കല്ലും എല്ലാം കൂടി കേരളത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് പോകും. നമുക്കിതിലെന്താ ചെയ്യാൻ പറ്റുക? നമുക്കിതിൽ ചെയ്യാനൊന്നുമില്ല, കോടതിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്കെന്തെങ്കിലും ചെയ്യണം. വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം, ദുരന്ത കാലഘട്ടങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മുല്ലപ്പെരിയാർ വിഷയം മാറിയെന്നുള്ളതാണ്. പെട്ടെന്നൊരു ദിവസം നമ്മുടെ നാടും നാട്ടുകാരും നമ്മുടെ ചുറ്റുള്ളവരെല്ലാം നഷ്ടപ്പെടുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ? അതാണ് ഈ ഡാം തകർന്നാൽ സംഭവിക്കാൻ പോകുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ടല്ല, അതിന് മുമ്പ് വേണം കൈകോർക്കാൻ.